എന്തായാലും നാല് പേരുടെ ശ്രദ്ധയ്ക്ക് നമ്മൾ ചലഞ്ചിലേക്ക് കിടക്കുകയാണ്. ചലഞ്ച് ഇംഗ്ലീഷ് ആണ്. ഒള്ളി മലയാളം. തുടങ്ങാൻ പോവാ. 1 2 3 തുടങ്ങി. ഈ ആംഗലേയ ഭാഷ മാത്രം ഉപയോഗിക്കുക. എല്ലാവർക്കും കേൾക്കാമോ? കേൾക്കാം. ഇവിടെയാണ് ഇറങ്ങുന്നത്. അങ്ങേയറ്റത്തെ പരിപാടിയോ അങ്ങേയറ്റത്തെ സംഭവത്തിൽ ആ സംഭവം അങ്ങേയറ്റത്തെ അല്ലേ വേണ്ട പറയണ്ട. ഭൂപടത്തിന്റെ അങ്ങേ അറ്റത്ത് ഇറങ്ങാം. ഭൂപടത്തിന്റെ അങ്ങേ അറ്റത്തെ ഓരത്തിൽ കാണുന്ന ആ ഒരു നിർമ്മിതിയിൽ ചതുരശ്രാവീണിയിൽ ഇരിക്കുന്ന എന്തോ കാര്യമായിട്ട് പറയണുണ്ട്. എന്ത് വായുവിൽ ഇരിക്കുന്ന വായുവിൽ സ്ഥലത്തിറങ്ങാം. വായിലിരിക്കുന്ന കൊട്ടാരത്തെ ഒഴുകി നടക്കുന്ന കൊട്ടാരത്തിൽ ചാടാം. വായിലല്ല, വായുവിൽ. A few moments later. ഞാൻ മരിച്ചിരിക്കുകയാണ്. സമാധി നമ്പർ 1. എനിമി 2 പേരെ കുനിച്ചു. ആ കുനിച്ചവന്മാരെല്ലാം ഞാനെടുത്തു. അയ്യോ, ഞാനും സമാധിയായി. ഞാൻ ബഹിരാകാശ പേടകത്തിലാണ്. ഞാനും അതിൽ തന്നെയാണ്. വിമാനത്തിലും. ഞാൻ സമാധിയിലായിട്ടോ. നമുക്ക് പള്ളിക്കൂടത്തിൽ പോയാലോ? വിദ്യാലയത്തിൽ പോയാലോ? ഞാൻ വിദ്യാലയത്തിൽ ഇറങ്ങി. കമ്പനി കുട്ടിനെ എന്റെ കൂടെ ഞാനും വിദ്യാലയത്തിലേക്ക് വരുന്നു. നീ കുറച്ചു നേരം പഠിക്കാം. ആയിക്കോട്ടെ. അതെ. വിദ്യാലയത്തിൽ വെടിവെക്കാനുള്ള സാധനങ്ങൾ ഉറപ്പും. A few moments later. രണ്ടാമത്തെ നിലയിലുണ്ട്. എന്തെങ്കിലും കുഴലുണ്ടോ? ചോദിച്ചില്ല. ഓ, 3ന്റെയോ 4ന്റെയോ 6ന്റെയോ ആരോ ശത്രുക്കൾ വരുന്നോട്ട് തോന്നുന്നു. ഈ ശത്രുവല്ല, നമ്മുടെ മിത്രമാണ്. വെടിയുയർത്തുന്നു. വെടിവീര. ഈ കെട്ടിടത്തിലേക്ക് അവൻ എന്തോ വേണം എന്നാണല്ലോ അവന്റെ പേരിലുള്ളത്. എന്താണ് അവന് പൂച്ച വേണം. പൂച്ച ഇവിടെയാണ് നിൽക്കുന്നതെന്ന് പറയാമോ? ഒരു കൂട്ടം ശത്രുക്കൾ എന്റെ നേർക്ക് വന്നു. ശത്രുവിൽ നിന്ന് രക്ഷപ്പെട്ടത് ഒരു പാമ്പിന്റെ അടുത്തേക്ക്. ആരെങ്കിലും എന്നൊന്ന് ഉയർത്താവോ? ഒരു നിമിഷം. ഒരാൾ വേഗം തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയ എന്തിനത്തിന്റെ അടുത്തേക്ക് പോകും. ഞാൻ വരുന്നുണ്ട്. ഈ നാടിന് കാവലായി, അവിടുത്തെ ജനങ്ങൾക്ക് കാവലായി. ഈ നാടിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് ഞാൻ. ഇവിടെ കാവലായി നിൽക്കേണ്ടവൻ. കൂട്ടുകാരെ മിന്നൽ മുരളിയാണ്. ഞാൻ കൂടെയുള്ളപ്പോൾ അവരുടെ മുഖത്തെ പ്രതീക്ഷ എനിക്ക് കാണാം. അവന്റെ 900 തോക്കുണ്ടായിരുന്നു.